എന്തെടുക്കുന്നു ചേട്ടാ? സാമ്പാറൊക്കെ ലിജിനും സഹായിക്കണ്ട. സാമ്പാറാണ്. സാമ്പാർ ഇന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സാമ്പാർ വയ്ക്കും. അല്ല, വെള്ളിയാഴ്ച ഞാൻ സഹായിക്കാറുണ്ടല്ലോ. ഉണ്ടല്ലോ അല്ല, ലീവ് ദിവസം ഒരു സഹായിക്കലൊക്കെ ഉണ്ട്. സാമ്പാറും കഷ്ണം അടുക്കളയിലായിരുന്നിട്ടേ സാമ്പാറിന് കഷ്ണം വെണ്ടയ്ക്ക വെള്ളം ഇട്ട് വെച്ചേക്കുന്നു. റൂമിലാണ് സുഖം, ഇരുന്നൊക്കെ ചെയ്യാം നമുക്ക്. കഷ്ണങ്ങളൊക്കെ എരിയലും പെട്ടെന്ന് കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഞായറാഴ്ച വല്ല ചിക്കന്, നെയ്ച്ചോറ, ബിരിയാണി അങ്ങനെയൊക്കെയാണല്ലേ. വെള്ളിയാഴ്ച ഞായറാഴ്ച അത് നാട്ടിൽ ഓർമ്മയാണ് കേട്ടോ. വെള്ളിയാഴ്ച ഞാനിൻ്റെ അകത്ത് ഇതൊക്കെ അരിഞ്ഞ് കൊടുക്കാൻ ലിജിക്ക്. ആര് ചെയ്യും? വഴുതനങ്ങയുടെ ആര് ചെയ്ത് തരുന്ന പകുതി എടുത്താൽ മതി. ലീവുള്ള ദിവസം കണ്ടില്ലേ, ഇതുമായിട്ട് വൈദ്യുതി സഹായിക്കുക. അതൊരു രസല്ലേ? രസമാണ് രസമാണ് രസമാണ്. അതരിയണ്ട കേട്ടാ, അത് ഞാൻ അരിഞ്ഞോളാം അടച്ച് വെള്ളത്തിൽ. പകുതി മതി, അതിൻ്റെ ഫുള്ള് വേണ്ട. മതിയോ വെള്ളം? മതി, കൂട്ടണ്ട. വേണ്ടല്ലോ. പരിപ്പ് ഇതാക്കി ഉണ്ടായില്ല അതിനകത്ത്. ഒരു മീൻ വറുത്തത്, മീൻ വറുത്ത് മറ്റേ ഇതുണ്ടാകുന്നില്ലേ, മീൻ വറുത്തത്. പിന്നെ എന്നിട്ടാണ് മുളക് അല്ലേ, കൊണ്ടാട്ടം മുളക്. രണ്ട് വേഗം കഴിക്കാം, നമുക്ക് പുറത്തുകൊണ്ടാണ്. വേഗം വിട്ടെ എവിടേക്കാണ് പാടോ, നമുക്ക് എവിടേക്കാലൊക്കെ വീട്ടിൽ എന്താ. അങ്ങനെ നമുക്ക് കൂടെ കഴിക്കാം. ഞങ്ങൾ മീൻ വറുത്തതും സാമ്പാർ, പപ്പടം, കൊണ്ടാട്ടം മുളക്, ഇഞ്ചച്ചാറ് നമുക്ക് നാട്ടിൽ നിന്ന് വന്നാണ്ട്. നാട്ടിൽ നിന്ന് വന്ന ഇഞ്ചിക്കറാണ്. നമ്മളെ കസിൻസ് വന്നപ്പോൾ കുറച്ച് ദിവസമായിരിക്കുന്നു. അത് ആദ്യം പെട്ടെന്ന് തീർക്കാൻ പറ്റൂല നമുക്ക്. അല്ലേ അല്ലേ, നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റൂല അച്ചാറ്. നാട്ടിൽ നിന്ന് അപ്പം ഞങ്ങൾ ലിജിട്ടല്ല അത് കട്ടയിലായിരുന്നു. കട്ട കൊട്ട എന്നാലും കുറച്ച് എടുത്താൽ മതി, കുറച്ച് ദിവസം ഉണ്ടാവും. നമുക്ക് കഴിക്കാം മീൻ പൊരിച്ചത്. എടുത്ത് വെച്ചോ, കഴിക്കൂ. കഴിക്കല്ലേ? സാമ്പാറും മീൻ പൊരിച്ചതും ഇഞ്ചിക്കറി. നമ്മ തോരനൊന്നും ഉണ്ടാക്കിയില്ല അല്ലേ? എല്ലാ ദിവസവും തോരൻ ഉണ്ടാവുന്ന അല്ലേ? ആദ്യത്തെ ദിവസമാണ്. അതെന്താണ് തോരന മെഴുക്കുരട്ടി എന്തെങ്കിലും ഉണ്ടാവണം. നല്ല വിശപ്പുണ്ട് കേട്ടോ, നോക്കാണ്ട് വേം കഴിക്കുക ഭക്ഷണം അല്ലേ. പിന്നെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? സാമ്പാർ കണ്ടാ വിടൂല. സാമ്പാറും മീൻകറി ഭയങ്കര ഇഷ്ടം. മീൻ ഭയങ്കര ഇഷ്ടല്ലേ. ഇന്ന് വിശപ്പാൻ കാരണം എന്താ പറയാ, ഇന്ന് രാവിലെ നമ്മ കഴിച്ചെന്തുട്ടാ, എന്തുട്ടാണെന്നാ ഹോർമൂസ ഹൊമ്മൂസും കുബൂസും. അത് കുബൂസ് കഴിച്ചിട്ട് ചേട്ടൻ കുറേ ഒന്നല്ല, ഞാൻ വന്നേ പിന്നെ കുബൂസ് നിർത്തി വെച്ചേക്കാണ്. ചായയുടെ കടി ഉണ്ടാക്കണ അല്ലെങ്കിൽ ചേട്ടൻ മറന്നുപോല അതിന്റെ ടേസ്റ്റ്.
ഹൊർമൂസ് അല്ലേ? ഹോർമൂസ് അല്ല, ഹൊമ്മൂസ്. ഹുമ്മൂസ്. ഹുമ്മൂസ്. ആ ഹുമ്മൂസ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചാണ്. അറബി ഡിഷാണല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അത്. ഹുമ്മൂസും കുബൂസും. കുഴപ്പമില്ല. അപ്പം നമ്മ എന്നതാ രാവിലെ കഴിച്ചത്. അപ്പം ചേട്ടന് വിശപ്പുണ്ട്. എനിക്ക് അങ്ങനെ വിശപ്പില്ല കേട്ടോ. സ്പീഡാ. പിന്നെ എല്ലാവരും വിശക്കുമ്പോ വേഗം വരുത്തിനും. പിന്നെ സ്ലോ എനിക്കെന്താ സാമ്പാറിന് അധികം ആവശ്യമില്ല. സാമ്പാർ ഇഷ്ടമുണ്ടാ. ഇന്നെന്താ അധികം വിശപ്പില്ല. അത് തിന്നാറുണ്ട് ഞാൻ. പക്ഷേ സാമ്പാർ നാട്ടിൽ സാമ്പാറും പൊടി നല്ല അതിനെ നാട്ടിലെ ഞാൻ കൊണ്ടുപോകും. നല്ലത്. ഇവിടുത്തെ സാമ്പാർ പൊടി ഇട്ടിട്ടേ ഇല്ലേ, ഞാൻ അന്ന് വെച്ചതും ഇപ്രാവശ്യം വെച്ചതും ഭയങ്കര വ്യത്യാസമില്ലേ? നാട്ടിലെ സാമ്പാർ പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് വാങ്ങിച്ചത് ഒരു ടേസ്റ്റ് ഇല്ല. കുഴപ്പമില്ല. എന്നാലും അത് കൂട്ടിയ കാരണം നമുക്ക് ഇത് കൂട്ടുമ്പോ അത്ര ടേസ്റ്റ് പോരുന്നില്ല. പിന്നെ സാമ്പാർ വെച്ചാൽ 3-5 ദിവസം ഉണ്ടാവും. ചേട്ടന് നാളെ പുട്ടും സാമ്പാറും ദോശ സാമ്പാറും. ചേട്ടന്റെ ബനിയത്തിന്റെ കോളർ എന്തെങ്ങനെ ഇരിക്കണ? നാട്ടിൽ ചക്കക്കാലം വന്നോലെ ഞാൻ സാമ്പാർ വെച്ചത്. ചക്ക വീട്ടിലത്തെ കാര്യമുണ്ടോ? ചക്കുള്ള എടുത്തത് വെച്ചാൽ ചക്ക ഒരു 3-5 ഒരു ആഴ്ച 2 മാസം കൂടും. എനിക്ക് ഇന്ന് വെച്ചാല് ഇഷ്ടമല്ല സാമ്പാർ കൂട്ടാൻ. നാളേക്ക് ഇഷ്ടമാണ് സാമ്പാർ. ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഇഷ്ടമാണ് സാമ്പാർ എടുത്തൊഴിക്ക്. ദോശക്കൊക്കെയാണ് ഇഷ്ടം സാമ്പാർ. എവിടേക്കാണ് ഒന്നുമില്ല അല്ലേ? എവിടെയെങ്കിലും പോവാല്ലേ? എന്നെ കൊണ്ടുപോകുന്നു. എനിക്കറിയില്ല അടുത്ത സ്ഥലം. ഇപ്പൊ കൊറേയൊക്കെ അറിയാട്ടാ. അപ്പോ ഭക്ഷണമൊക്കെ കഴിച്ചു ഒരുങ്ങി നിൽക്കുക. നമുക്കൊന്ന് പുറത്തിറങ്ങാം അല്ലേ? ഇവിടെ ഇപ്പൊ ചൂട് കാരണം വൈകിയല്ലേ പോവാൻ പറ്റുള്ളൂ അല്ലേ? ഉഷാറില്ലാത്ത സാമ്പാറും ചോറൊക്കെ തിന്നാനായിട്ട് ഉഷാറ് പോയ എവിടെ ഉണ്ടില്ല അല്ലേ? ജമിയെ പോണം. ജമിയാന്ന് പറയുമ്പോൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് സൊസൈറ്റിയാണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ശരിയാണ്. ഞങ്ങളങ്ങനെ സാൽമിയ ബോളിവാർഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെ പോകുന്നൊരു നിശ്ചയം ഉണ്ടായില്ല. അപ്പം അങ്ങനെ സാൽമിയ ബോളിവാർഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സാൽമിയ ബോളിവാർഡ്. അപ്പം അവിടെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്ററും കാര്യങ്ങളും പിന്നെ ഫുഡ് ഒക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് നോക്കാം. ഉണ്ടോ? വെയില് ഉദിക്കണേ ഇങ്ങനെ പിടിച്ച് നോക്കാം. ശരി, നമുക്ക് നോക്കാം എന്താണല്ലേ. ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് കോഫിയൊക്കെ കഴിച്ച് പോയിട്ടുള്ളൂ. അങ്ങനെ ബോളിവാർഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇവിടെ ആദ്യട്ടാ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനല്ല. കുറെ കഴിയുമ്പോൾ ഇവിടെ ഫുഡാണ് മെയിനായിട്ട്. പിള്ളേരെ കളിപ്പിക്കാനായിട്ട് ഇവിടെ വരുന്നവരെ
ഫുഡ് കോർട്ടാണ് മൊത്തം. ചെയ്തെടുക്കണം. അത് നോക്കിയാൽ നല്ല ഭംഗിയല്ലേ ഫ്ലവർ കാണാൻ. റോസ് നമ്മുടെ കാണണം. അങ്ങനെ ഞങ്ങൾ മാക്ഡോണൽസിൽ വന്നിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടല്ലേ ഇത് മാംഗോ മിക്സഡ്. മാംഗോ മാംഗോ മിക്സഡ്. ഞാൻ തുറന്ന ശാഖ എടുത്തിട്ട്. ശരി താങ്ക് യു. അടിപൊളി ടേസ്റ്റ് കൊടുത്താ സൂപ്പറാണ്. ഞാൻ മുമ്പ് കഴിച്ചാറുണ്ട്. അടിപൊളി ടേസ്റ്റ്. നല്ല ടേസ്റ്റ് അല്ലേ? നന്നായി മേടിച്ച ഒരു ഇതിൻ്റെ മേടിച്ചു, 1 കിലോത്തിൻ്റെ മേടിച്ചില്ലേ, അതിനൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഐസ്ക്രീം കഴികളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഇനി ഒന്ന് പുറത്തിറങ്ങിയിട്ടേ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണും. എന്താ പോകുന്നത് വണ്ടി? ചൂട് കാറ്റാണ്ടല്ലേ അല്ലേ ചേ? ചൂട് കാറ്റ് കുട്ടികൾക്ക് കളിക്കാൻ. അതാ അതാണ് ആശ്വാസമാണത്. അതൊക്കെയാണ് ആശ്വാസ് എന്ന് പറഞ്ഞാൽ. അത് കണ്ട ഹോട്ടലാണ് ആശ്വാസ്. അത് നമ്മളേ ആശാ ബോസിലില്ലേ, ആശാ ബോസിൻ്റെ ഹോട്ടലാണ്. ബ്രാൻഡഡ് അൽഷായാണ് അതിൻ്റെ ഇവിടുത്തെ സ്പോൺസർ. എന്താ ആശാസ്. ഇങ്ങനെയൊക്കെ നല്ല രസമുണ്ടല്ലേ. ആശ്വാസ്, ധനാശ്വാസ്. അത് ഫുഡ് കോർട്ട്. ഈ ആശ്വാസ് എന്ന് പറഞ്ഞ ഒറ്റ ഫുഡ് ഇതാണ്. ഇന്ത്യൻ ഫുഡ് മോഡലാണ് അവിടെ. ഇന്ത്യൻ്റെ ഇന്ത്യൻ ഫുഡ് വെച്ചാണെങ്കിൽ നമ്മളെ മീൻകറി ഒന്നുമില്ല, വ്യത്യാസമുണ്ട്. നല്ല സ്റ്റൈലാണ്. ബ്രാൻഡഡ് ഇല്ല, ബ്രാൻഡഡാണ്. അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ട് ഇതാ KFC മേടിച്ചു. ഇനി അത് കഴിക്കണം. ഇത് കഴിച്ചിട്ട് നേരെ ഇടയ്ക്ക് നാളെ ഡ്യൂട്ടിയാണ്. അതെ. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.